സൂര്യ ചിരിച്ച് ചാരുവിന്റെ കയ്യിൽ നിന്ന് ജ്യൂസ് വാങ്ങി ഒറ്റയടിക്ക് കുടിച്ചുകൊണ്ട് യാത്ര പറഞ്ഞിറങ്ങി. ഇച്ചുവേ, ഇതാണാണോ പെണ്ണാണോ? സൂര്യയുടെ പ്രവൃത്തി കണ്ട് അന്തം വിട്ട് നിൽക്കുകയായിരുന്ന ചാരു അവൾ പോയപ്പോൾ അലോഷിയെ നോക്കി ചോദിച്ചു. അവൾ പെൺകുട്ടി തന്നെയാണ്, നല്ല ഒന്നാന്തരം പുലിക്കുട്ടി. മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടിക്കൊണ്ട് പറഞ്ഞു അവൻ. വിസിറ്റിംഗ് കാർഡിലെ അഡ്രസ്സ് നോക്കി വണ്ടി പാർത്തി സൂര്യ. ഏറ്റെടുത്ത ജോലി ഭംഗിയായി ചെയ്യണം, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവളുടെ മനസ്സിൽ. അപ്പോൾ അജു കാത്തു നിൽക്കുകയായിരുന്നു. ഇച്ചൻ പറഞ്ഞുവിട്ട ആള് വരുന്നത് നോക്കി സൂര്യ വണ്ടി നിർത്തി ഇറങ്ങിയപ്പോൾ ആദ്യം ശ്രദ്ധിച്ചില്ല അവൻ. ഇച്ചൻ പറഞ്ഞുവിട്ട ആളെയാണല്ലോ അവൻ പ്രതീക്ഷിക്കുന്നത്. സാറേ, ഞാൻ അലോഷിച്ചായൻ പറഞ്ഞുവിട്ടിട്ട് വരികയാണ്, വണ്ടിയുടെ ചാവി എവിടെ? സൂര്യ പറഞ്ഞു കേട്ടപ്പോൾ വിശ്വാസം വരാത്തതുപോലെ അജു അവളെ സൂക്ഷിച്ചു നോക്കി. താനാണോ എറണാകുളത്തിന് പോകുന്നത്? അജു സംശയത്തോടെ ചോദിച്ചു. അതെ സാറേ, പെട്ടെന്ന് കീ എടുക്ക്. 2 മണിക്ക് മുൻപ് അവിടെ എത്തണമെന്നാണ് പറഞ്ഞത്. ഇപ്പൊ പോയാൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകും, അതിനൊക്കെ മറികടന്ന് വേണം ചെല്ലാൻ. പെട്ടെന്നാവട്ടെ സാറേ. ലോഡൊക്കെ കയറ്റിയല്ലോ അല്ലേ? ലോറിയുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് തന്നെ സൂര്യ ചോദിച്ചു. ഇന്നലെ ലോഡ് ചെയ്ത് നിർത്തിയതാണ്, എല്ലാ ബില്ലുകളും ഡാഷ് ബോർഡിലുണ്ട്. താൻ വണ്ടി ഓടിച്ചിട്ടുണ്ടോ? അവളിൽ വിശ്വാസമില്ലാത്തതുപോലെ അജു ചോദിച്ചു. വണ്ടിയുടെ മുന്നിൽ ചെന്നൊന്ന് നോക്കി സൂര്യ. നെല്ലിക്കാടിൽ നിന്ന് നെറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് ലോറിയുടെ. അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വണ്ടിയുടെ മുൻവശത്ത് വന്ന് ഒന്ന് വലത് കൈകൊണ്ട് തലോടി. വണ്ടിയുടെ ചുറ്റും നടന്ന ടയറെല്ലാം ഒന്ന് തട്ടി നോക്കി. നല്ല കണ്ടീഷനുള്ളതാണ് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അജുവിന്റെ അടുത്തേക്ക് എത്തി അവൾ വീണ്ടും. അപ്പോഴേക്കും ഓഫീസിൽ കയറിപ്പോയി കീ എടുത്ത് വന്നിരുന്നു അജു. ഡീസൽ എങ്ങനെ പോകുമ്പോൾ അടിക്കണം? പിന്നെ എന്താണ്, ലോഡ് കൊണ്ടുപോകാൻ പറ്റാത്ത തരത്തിലുള്ള ഒന്നുമല്ലല്ലോ അല്ലേ? അങ്ങനെയുള്ളതെങ്ങാനുമാണെങ്കിൽ മുന്നേ പറയണം കേട്ടോ. വളരെ എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവറെ പോലെയായിരുന്നു സൂര്യയുടെ ഒരു ചോദ്യവും. ഏയ്, അങ്ങനെയൊന്നുമല്ല, അച്ചാറും സ്പൈസസുമാണ്. എല്ലാ ബോക്സിനും മുകളിലും പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അഥവാ ചെക്കിംഗ് ഉണ്ടായാൽ കാണിക്കേണ്ട രേഖകളെല്ലാം ബോക്സിൽ വെച്ചിട്ടുണ്ട്. ഫുഡിന്റെ ഐറ്റംസ് ആയതുകൊണ്ട് ചിലപ്പോൾ ഫുഡ് ഇൻസ്പെക്ടർ നോക്കുമായിരിക്കും. എല്ലാ പേപ്പറുകളും കറക്റ്റാണ്. വണ്ടിയുടെയും ലോഡിന്റെയും സാധനങ്ങളുടെയും. കീ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു അജു. കീ വാങ്ങി ഇരു കണ്ണിലും ഒന്ന് വെച്ച് തൊട്ട് നിറകയിൽ വെച്ച് സൂര്യ. ഇന്ധനം എങ്ങനെ പോകുമ്പോൾ അടിക്കുവാണോ? അതോ? അത് വേണം സാറേ, എല്ലാം ശരിയായിരിക്കണം, പ്രത്യേകിച്ച് ഞാൻ ഓടിക്കുന്ന വണ്ടിയുടെ. സൂര്യ പറഞ്ഞു. ഇന്ധനം ഫുള്ളാണ്, തിരിച്ചു വരുമ്പോൾ അടിച്ചാൽ മതി. ഇതാ ക്യാഷ്, പിന്നെ അഡ്രസ് ഇതിലുണ്ട്. പറഞ്ഞുകൊണ്ടൊരു കവർ ഏൽപ്പിച്ചു അവൻ. സൂര്യ അത് വാങ്ങി നോക്കി. ക്യാഷും ഒരു പേപ്പറിൽ എഴുതിയിരിക്കുന്ന അഡ്രസ്സും മനസ്സിരുത്തി വായിച്ചു അവൾ. ആ അഡ്രസ്സ് മനസ്സിൽ കുറിച്ചു വെക്കുകയും ചെയ്തു. ശരി സാറേ, പോയിച്ചു വരാം. പറഞ്ഞുകൊണ്ട് കുരങ്ങിനെ പോലെ ലോറിയിൽ അള്ളിപ്പിടിച്ച് കയറി ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന സൂര്യ. പുരുഷനെ വരുന്ന തരത്തിൽ അജു അന്തം വിട്ടു നിന്നും. സ്റ്റിയറിംഗ് ഒന്ന് മുത്തി നിവർന്ന സൂര്യ കണ്ണുകളടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചു. ശേഷം വണ്ടി സ്റ്റാർട്ടാക്കി. മിററിൽ കൂടി നോക്കി വണ്ടി മുറ്റ റിവേഴ്സ് എടുത്ത് തിരിച്ചു. അജുവിനെ ഒന്നുകൂടി നോക്കി വണ്ടി നീങ്ങി. മെയിൻ റോഡിലേക്ക് വണ്ടി കയറുന്നത് നോക്കി നിന്നു അജു. അപ്പോഴേക്കും ഫോൺ അടിച്ചു അവന്റെ. അലോഷിയായിരുന്നു. ആളെത്തി അവിടെ? എടുത്ത പാടെ അലോഷി ചോദിച്ചു. ഇതാരയിച്ചയ? വണ്ടി എടുത്ത് പോയി കഴിഞ്ഞു. ഏറെക്കാലത്തെ മുൻപരിചയമുള്ളതുപോലെ അജു അതിശയത്തോടെ പറയുന്ന പുഞ്ചിരിയോടെ കേട്ടു അലോഷി. നമ്മുടെ ഓഫീസ് വർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഏർപ്പാടാക്കിയതാണ് അവൾക്ക്. ഏറെ ഇഷ്ടം വണ്ടി ഓടിക്കാനാണ്. എന്നാ പിന്നെ ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ഞാനും കരുതി. നിനക്കറിയില്ല, അവളെ ഇന്ന് ബാബുവിന്റെ കേസിൽ നിന്നും ഒരാളുടെ മകളാണ് സൂര്യ. അവളുടെ അച്ഛനെയാണ് അന്ന് കോടതി ശിക്ഷിച്ചത്. അയാൾ ഇപ്പോൾ ജയിലിലാണ്. അച്ഛന്റെ പച്ചക്കറി വണ്ടി ചെറുപ്പം മുതൽ ഓടിക്കുന്നതാണ് സൂര്യ. അവൾക്ക് ഡ്രൈവിംഗ് പുത്രിയല്ല. പോയിച്ചും വരട്ടെ. ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ കർത്താവായി നമുക്ക് എത്തിച്ചു തരുന്നതല്ലേ ഇങ്ങനെ ഓരോരുത്തരെ. അലോഷി പറഞ്ഞപ്പോഴാണ് വീണ്ടും ബസ് അപകടത്തെപ്പറ്റി അജു ഓർക്കുന്നത്. അന്ന് നെല്ലിക്കാട്ടിലെ ഡ്രൈവറെ രക്ഷിച്ച ആളുടെ മകൾ. എന്തായാലും ചുണക്കുട്ടിയാണ്. ശരി ചയ, ഞാൻ ചെല്ലട്ടെ. വിച്ചുവിനെ വിളിച്ചു പറയണം ലോഡ് വീട്ടിട്ടുണ്ടെന്ന്. അജു പറഞ്ഞിട്ട് ഫോൺ വെച്ചു. വിച്ചുവിനെ വിളിക്കുകയും ചെയ്തു. ലോഡ് വീട്ടിട്ടുണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സൂര്യ വണ്ടി നല്ല സ്പീഡിൽ തന്നെയാണ് വിട്ടത്. കൃത്യസമയത്ത് എറണാകുളത്തെത്താൻ വേണ്ടി. കൃത്യം 1:45 വണ്ടി പറഞ്ഞ സ്ഥലത്തെത്തിച്ച് സൂര്യ. വണ്ടി വന്നിരുന്നതും വിച്ചു ഓടി ഇറങ്ങി വന്നു. എത്ര നേരമായി കാത്തിരിക്കുന്ന, എന്താ രമേശേട്ടൻ താമസിച്ചത്? ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ആളെ നോക്കാതെ വിച്ചു ചോദിച്ചു. അതെ, ഈ ലോറിക്ക് ഹെലികോപ്റ്റർ ഗിയർ അല്ല, സാധാ ലോറികളുടേതുപോലെ തന്നെയാണുള്ളത്. 2 മണിക്കെന്ന് പറഞ്ഞിട്ട് 1:45 ഞാൻ ഇവിടെ എത്തിച്ചില്ലേ, എന്നിട്ടാണോ വൈകിയെന്ന് പറയുന്നത്? ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നൂറിനിറങ്ങുന്ന പെൺകുട്ടിയുടെ സ്വരം കേട്ട് വിച്ചു അന്താളിച്ചുകൊണ്ട് നോക്കി. താൻ ഏതാ? ഈ വണ്ടി താനാണ് ഓടിച്ചത്? വിച്ചു ഗൗരവത്തിൽ ചോദിച്ചു. എടോ, താൻ ചോദ്യങ്ങൾ ചോദിച്ചു നിൽക്കാതെ ലോഡെല്ലാം കൃത്യമുണ്ടല്ലോ എന്ന് നോക്ക്. ഇതാ ബില്ലുകൾ. പിന്നെ ഇനി ഇത് എവിടെ എത്തിക്കേണ്ടതെന്ന് ഒന്ന് പറ, എനിക്ക് തിരിച്ചു പോകേണ്ടതാണ്. അതേ ഗൗരവത്തിൽ തിരിച്ചടിച്ച സൂര്യ. കുറച്ചു മാറുന്ന പോക്കറ്റിലും സിഗരറ്റ് എടുത്ത് കത്തിച്ച് ചുണ്ടിൽ വെക്കുന്ന അവളെ പകച്ചു നോക്കി വിച്ചു. പുകയെന്ന ആഞ്ഞുള്ളിലേക്ക് വലിച്ച മുകളിലേക്ക് അന്തരീക്ഷത്തിലേക്ക് ഓതി വിട്ടുകൊണ്ട് തലചേർച്ച് അവൾ വിച്ചുവിനെ നോക്കി. അവന്റെ നിഷ്കളങ്കത ഭാവവും നെറ്റിയിലെ ചന്ദനക്കുറയും കണ്ണുകളിലെ അമ്പരപ്പും
ചെറിയ കുസൃതി തോന്നി അവൾക്ക്. അവൻ്റെ അരികിലേക്ക് ഒന്നുകൂടി നീങ്ങി നിന്ന് പാതി വലിച്ചു കഴിഞ്ഞ സിഗരറ്റ് നീട്ടി അവള്. ഒരു പുക വേണോ? ചിരിച്ചുകൊണ്ട് അവനെ നോക്കി ചോദിച്ചോൾ. എനിക്കൊന്നും വേണ്ട. ഇനി എന്തൊക്കെയാണാവോ കയ്യിൽ? സ്മോൾ അടിയുണ്ടോ അതോ വലിയിലൊതുക്കിയോ? വാക്കുകൾ നുരഞ്ഞു പൊന്തിയ അമർഷത്തോടെ ചോദിച്ചു വിച്ചു. ഇല്ല മാഷേ, ഇത് മാത്രമേ ഉള്ളൂ. പണി അങ്ങനത്തെ അല്ലേ. ഉറക്കം വരാതിരിക്കാൻ തുടങ്ങിയതാ, ഇപ്പൊ ശീലായി. സൂര്യ കുറുമ്പോടെ കണ്ണിറക്കിക്കൊണ്ട് പറഞ്ഞു. കലികാല വൈഭവം അല്ലണ്ടെന്ന് പറയാൻ. വീട്ടിൽ ചോദിക്കാനും പറയാനൊന്നും ആള് കാണത്തില്ല അല്ലേ? വിച്ചു ബില്ലുകളെല്ലാം എടുത്ത് നോക്കുന്നിടയിൽ ചോദിച്ചു. ചോദിക്കാനും പറയാനും അച്ഛനും അമ്മയുമുണ്ട്. പക്ഷെ വേണ്ടപ്പെട്ട ഒരാളെ ഇതുവരെയും കിട്ടിയില്ല. എന്താ ഒരു കൈ നോക്കുന്നോ? അർത്ഥം വെച്ച് ചോദിച്ചുകൊണ്ട് പാതി വലിച്ച സിഗരറ്റ് താഴിട്ട് ഷൂ ഇട്ട കാലുകൊണ്ട് ചവിട്ടി ഞെരിച്ചു അവൾ. അവളുടെ ചോദ്യം കേട്ടതെങ്കിലും കേൾക്കാത്ത ഭാവത്തിൽ വിച്ചു ബില്ലുകളിലായി ഓഫീസിലേക്ക് കയറിപ്പോയി. പാവം പറഞ്ഞിട്ട് സൂര്യ ലോറിയിൽ ചാരി നിന്നു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വിച്ചു വന്നു. പിന്നാലെ കുറെ ബോക്സുമായി തൊഴിലാളികളും. ബാക്ക് ഡോർ തുറന്നു കൊടുത്തു സൂര്യ. അവർ ബോക്സ് എല്ലാം ലോറിയിൽ അടുക്കി വെച്ചു. വണ്ടി എടുത്ത് ഹാർബാറിൽ പോണം. ഈ ലോഡ് അവിടെ ഇറക്കണം. ഞാനും ഉണ്ട് പറഞ്ഞുകൊണ്ട് അവൻ ഡ്രൈവിംഗ് സീറ്റിന് അരികിലൂടെ കയറി അപ്പുറത്തെ സൈഡിലേക്ക് ഇരുന്നു. സൂര്യ പെട്ടെന്ന് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. വിച്ചു ശ്രദ്ധിക്കുകയായിരുന്നു അവളെ. വളരെ ശ്രദ്ധയോടു കൂടിയാണ് വണ്ടി ഓടിക്കുന്നത്. അതും ഏറെ നാളത്തെ പരിചയമുള്ളതുപോലെ. തന്നെപ്പോലെ ഒരു അപരിചിതൻ കൂടെ ഉണ്ടെന്ന് പോലും ശ്രദ്ധിക്കാതെ. അല്ല മാഷേ, ഞാനിവിടെ പുതിയതാണ്. പാലായിൽ നിന്നും ഇടയ്ക്ക് ലോഡ് വരാറുണ്ടോ ഇവിടെ? ഡ്രൈവിംഗിൽ ശ്രദ്ധിച്ചുകൊണ്ട് ചോദിച്ചു അവൾ. ആഴ്ചയിൽ 2 ദിവസം. ഇന്ന് രമേശ് ചേട്ടൻ ലീവാണല്ലേ? വിച്ചു അവളെ നോക്കി ചോദിച്ചു. അതൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ ഓഫീസിൽ ജോലിക്ക് കയറാൻ വന്നതാണ്. ഇനി ഡ്രൈവർ ഇല്ലെന്നും പറഞ്ഞ് വണ്ടി എടുത്തു. മാഷ് ഇവിടെ എങ്ങനെയാ? കുറേ ആയോ? അവൾ വിച്ചുവിനെ പാളി നോക്കിക്കൊണ്ട് ചോദിച്ചു. ആലോഷിച്ചതിൻ്റെ ഭാര്യ എൻ്റെ ചേച്ചിയാണ്. ഇവിടെ തുടങ്ങിയപ്പോൾ ഞാൻ ചാർജ് എടുത്തു. വിച്ചു മറച്ചു വയ്ക്കാതെ പറഞ്ഞു. ആളൊരു നിഷ്കളങ്കനാണെന്ന് തോന്നി സൂര്യക്ക്. എന്നതാ പേര്? അവൾ വീണ്ടും ചോദിച്ചു. വിഘ്നേഷ്. എല്ലാവരും വിച്ചു എന്ന് വിളിക്കും. വിച്ചു പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. കൊള്ളാം, നല്ല പേര്. സൂര്യ ഡ്രൈവിംഗിൽ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. അല്ല, തൻ്റെ പേരെന്താ? ഫോർമാലിറ്റിക്ക് എന്നതുപോലെ ചോദിച്ചു വിച്ചു. സൂര്യ ബാലൻ. സൂര്യ എന്ന് വിളിക്കും. അവളും അതേ ചിരിയോടെ പറഞ്ഞു. വീട് എവിടെയാ? ഇച്ചൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണോ? വിച്ചു വീണ്ടും ചോദിച്ചു. ഏയ് അല്ല, അവിടെ നിന്ന് പോണം. കഷ്ടി 3/4 മണിക്കൂർ. എവിടെ വീട്? സൂര്യ തിരിച്ചും ചോദിച്ചു. പാലക്കാട്. വിച്ചു പറഞ്ഞു കേട്ടപ്പോൾ സൂര്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വെറുതെ അല്ല മാഷ് ഇത്ര നിഷ്കളങ്കനായി പോയത്. ഞാൻ പാലക്കാട് പോകാറുണ്ട് പച്ചക്കറി എടുക്കാൻ. ഒരു പ്രത്യേക തരത്തിലുള്ള ആളുകളാണ് അവിടെ. നിഷ്കളങ്കമായ നാടും നാട്ടുകാരും എനിക്കൊത്തിരി ഇഷ്ടമാണ്. സൂര്യ പറഞ്ഞു കേട്ടപ്പോൾ വിച്ചു അവളെ നോക്കിയിരുന്നു. പിന്നെയും കുറെ സംസാരിച്ചു അവർ. പെട്ടെന്നൊരു സൗഹൃദം ഉടലെടുക്കുന്നത് പോലെ 2 പേർക്കിടയിലും. ലോഡ് ഇറക്കി എല്ലാം സെറ്റിൽ ചെയ്തു. അപ്പോഴേക്കും മലോഷിയും വിളിച്ചിരുന്നു സൂര്യയെ. ഇച്ചായോ ഹാർബാറിലാണ്. ലോഡെല്ലാം കൃത്യമായി ഇറക്കിയിട്ടുണ്ട് കേട്ടോ, സൂര്യ പറഞ്ഞു. അതെല്ലാം വിച്ചു പറഞ്ഞു. ഇരുട്ട് മുൻപേ തിരിച്ചെത്തണം കേട്ടോ, അലോഷി പറഞ്ഞു. ഇപ്പൊ സമയം 3:30 6 മണിയാകുമ്പോഴേക്കും ഞാൻ അവിടെ എത്തും. കഴിച്ചിട്ടില്ല, കഴിക്കണം. ഇച്ചായം പേടിക്കണ്ട, ഞാൻ എത്തിക്കോളാം പറഞ്ഞുകൊണ്ട് സൂര്യ ഫോൺ വെച്ചു. പോകാം? വിച്ചു ചോദിച്ചു. മാഷേ, വല്ലാത്ത വിശപ്പ്. എന്തെങ്കിലും കഴിക്കണം. കാലത്ത് കഴിച്ച 2 ദോശ ആവിയായി പോയിട്ട് സമയം കുറയായി, ചിരിയോടെ പറഞ്ഞു സൂര്യ. സോറി കേട്ടോ, ഞാനത് ഓർത്തില്ല. ലോഡ് ബുക്ക് ചെയ്യേണ്ട സമയമായതുകൊണ്ട് താൻ പോയി കഴിച്ചിട്ട് വാ, ഞാൻ വണ്ടിയിലിരിക്കാം പറഞ്ഞുകൊണ്ട് വണ്ടിയുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി വിച്ചു. അതെങ്ങനെ ശരിയാകും? ഞാൻ തനിയെ പോകാനോ? മാഷും കൂടി വാ. സൂര്യൻ നിർബന്ധം പിടിച്ചപ്പോൾ കൂടെ പോയി വിച്ചു. മസാല ദോശയും ചായയുമാണ് 2 പേരും പറഞ്ഞത്. ഊണിന്റെ സമയമൊക്കെ കഴിഞ്ഞിരുന്നു. കഴിച്ചിറങ്ങി വിച്ചുവിനെ ഓഫീസിലിറക്കി സൂര്യ തിരികെ പോകാൻ ഒരുങ്ങി. അല്ല, നമ്പർ ഉണ്ടെങ്കിൽ? വിച്ചു അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതിന്റെ ആവശ്യമുണ്ടോ മാഷേ? സൂര്യ മുന വെച്ച് ചോദിച്ചു. ഓ, വലിയ ചാടയാണെങ്കിൽ വേണ്ട പറഞ്ഞുകൊണ്ട് തിരിച്ചു നടന്നു വിച്ചു. സൂര്യ ചിരിയോടെ വണ്ടി മുന്നോട്ടെടുത്തു. സൂര്യ വണ്ടി തിരിച്ചു പോകുന്നത് ഒന്ന് തിരിഞ്ഞു നോക്കി വിച്ചു. അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മിന്നി. വല്ലാത്ത ജാതി തന്നെ. ആരോടൊന്നില്ലാതെ പറഞ്ഞുകൊണ്ട് ഓഫീസിലേക്ക് കയറിപ്പോയി അവൻ. പേപ്പറുകളെല്ലാം എടുത്തു വെച്ച് ലാപ്ടോപ്പിൽ മെയിൽ സെൻഡാക്കി അവൻ. ഡെലിവറി ചെയ്തതിൻ്റെ എല്ലാം കഴിഞ്ഞ് ചെമ്മീൻ കെട്ടിലേക്ക് നടന്നു തൊഴിലാളികളുടെ ജോലി നോക്കാൻ. സൂര്യ തിരികെ പാലയിലെത്തുമ്പോൾ 6 മണി കഴിഞ്ഞു. ഓഫീസിൽ വണ്ടി പാർക്ക് ചെയ്ത് അജീവിനെ കണ്ട് സംസാരിച്ച തൻ്റെ വണ്ടിയിൽ അലോഷിയുടെ വീട്ടിലേക്ക് തിരിച്ചു. അവളെ കാത്തിരിക്കുകയായിരുന്നു അലോഷിയപ്പോൾ. ചന്ദനയുമുണ്ട്. ചാരുവിൻ്റെ പുകഴ്ത്തിലും സൂര്യയെ കാണാൻ ഏറെ ആകാംക്ഷയോടെയാണ് അവളും കാത്തിരുന്നത്. വണ്ടി സ്റ്റാൻഡിലിട്ട് സൂര്യ ഇറങ്ങി. വാതിൽ തുറന്ന് കിടക്കുന്നുണ്ടെങ്കിലും കോളിംഗ് ബെല്ലിൽ വിരലമർത്തി അവൾ. കയറിപ്പോരെ, നിനക്ക് കാണാൻ പാടില്ലാത്ത കാഴ്ചയൊന്നുമില്ല ഇവിടെ, അലോഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സൂര്യ സിറ്റൗട്ടിൽ നിന്നും ഹാളിലേക്ക് കടന്നു. വാ, ഇരിക്കേ, അലോഷി അവളെ സ്നേഹത്തോടെ വിളിച്ചു. വേണ്ടി ചായ, വിയർപ്പ് നാറ്റം എനിക്ക് തന്നെ എടുക്കുന്നുവെന്നെ, അവൾ ചന്ദനയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അതൊന്നും സാരില്ല കുട്ടി, ഇവിടെ ഇരിക്കേ.
ചന്ദന പെട്ടെന്ന് എഴുന്നേറ്റ് സൂര്യയുടെ അടുത്ത് പോയി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സ്നേഹത്തോടെ സെറ്റിലിരുത്തി. ചന്ദ്ര, ഞാൻ പറഞ്ഞില്ലേ സൂര്യ കൃത്യസമയത്ത് എത്തുമെന്ന്. കേട്ടോ സൂര്യ, പെൺകുട്ടിയാണ് ലോഡും കൊണ്ടുപോയതെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഇവൾക്ക് വെപ്രാളമായിരുന്നു. ആലോഷി പറഞ്ഞപ്പോൾ സൂര്യ ചന്ദനയെ നോക്കി കാണുകയായിരുന്നു. മാഷില ചേച്ചി ആളൊരു മൊഞ്ചത്തി തന്നെയാണ്, അതായിരുന്നു അവളുടെ മനസ്സിൽ. കുട്ടി, പേടിയൊന്നുമില്ല അല്ലേ തന്നെ ഡ്രൈവ് ചെയ്യാൻ? ചന്ദന സൂര്യ ആരാധനയോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ചേച്ചി പേടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ അത്യാവശ്യം ധൈര്യവും തൻ്റെ ഇടവും വേണം പെൺകുട്ടികൾക്ക്, ഇല്ലെങ്കിൽ ജീവിക്കാൻ ഒക്കത്തില്ല. പിന്നെ ആണുങ്ങൾക്ക് മാത്രമല്ല ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടത് പെൺകുട്ടികൾക്കും. ചേച്ചി കേട്ടിട്ടില്ലേ, ഈ ആകാശത്തിന്റെ പകുതി പെൺകുട്ടികൾക്കുള്ളതാണെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഭൂമിയുടെയും. പുഞ്ചിരിച്ചുകൊണ്ട് സൂര്യ മറുപടി പറഞ്ഞു. അപ്പോഴേക്കും മേരി ചേച്ചി ചായ കൊണ്ടുവന്ന് കൊടുത്തിരുന്നു. വേണ്ടായിരുന്നു, സൂര്യ വിനയത്തോടെ പറഞ്ഞു. അത് സാരില്ല, കുടിക്ക്, പിന്നെ കഴിക്കാൻ എടുക്കാം, യാത്ര കഴിഞ്ഞ് വന്നതല്ലേ പറഞ്ഞുകൊണ്ട് ചന്ദന തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. അയ്യോ വേണ്ട ചേച്ചി, ഞാൻ ഇറങ്ങുവാ, വീട്ടിൽ പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ടായിരുന്നു. ഓണർക്ക് വാടക കൊടുക്കേണ്ട ഡേറ്റാണ്, വൈകിയാൽ അയാൾ അമ്മയെ വിളിക്കും. ഞാൻ ഉച്ചയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നതാണ്. അപ്പോ എങ്ങനെയാ, ഞാൻ നാളെ ഓഫീസിൽ വന്നാൽ മതിയോ? ആലോഷി നോക്കി ചോദിച്ചുകൊണ്ട് സൂര്യ ചായ കുടിച്ച കപ്പ് ചേച്ചിയുടെ കയ്യിൽ കൊടുത്തോണ്ട് എഴുന്നേറ്റും. നാളെ ഓഫീസിൽ പോകണ്ട, കാലത്ത് 10 മണിയാകുമ്പോഴേക്കും ഇവിടേക്ക് വന്നാൽ മതി. തൻ്റെ ഡ്രൈവിങ്ങിൽ ഞാൻ സന്തുഷ്ടനായി, അതുകൊണ്ട് ഞാൻ ഓക്കെ ആകുന്നത് വരെ ഇവിടുത്തെ ഡ്രൈവർ ആയാൽ മതി. ചന്ദനയ്ക്കും കൂട്ടിന് ഒരാളാകുമല്ലോ. ഇവളുടെ പേടി കുറച്ചൊന്ന് മാറ്റിയെടുക്കണം കേട്ടോ സൂര്യ. നാളെ എനിക്ക് ബാങ്കിലൊന്ന് പോകണം, മാനേജരെ കണ്ട് സംസാരിക്കണം. ആലോഷി പറഞ്ഞപ്പോൾ സന്തോഷമായി സൂര്യയ്ക്ക്. ഏറ്റു ചായ, ഇനി മുതൽ ഞാൻ ഇവിടുത്തെ സാരഥിയായിരിക്കും പറഞ്ഞിട്ട് പോകാൻ ഇറങ്ങി സൂര്യ. അങ്ങനെ ഇങ്ങ് പോയാലോ, നിനക്ക് ചെയ്ത ജോലിയുടെ കൂലിയൊന്നും വേണ്ടേ? ആലോഷി ചോദിച്ചപ്പോൾ സൂര്യ തിരിഞ്ഞു നിന്നും. 1 മാസം ആയില്ലല്ലോ. ആയിട്ട് മതി ചായോ, അപ്പോൾ ഞാൻ എല്ലാം കണക്ക് പറഞ്ഞു വാങ്ങിക്കോളാം പറഞ്ഞിട്ട് കീ ചൂണ്ടുവിരലിട്ട് കറക്കിക്കൊണ്ട് സൂര്യ ഇറങ്ങി. അവൾ പോന്നു നോക്കി ചന്ദന സീറ്റോട്ടിൽ നിന്നും. സൂര്യ എന്ന പെൺകുട്ടി അവളുടെ മനസ്സിലും സ്ഥാനം പിടിച്ചിരുന്നു. അച്ഛനും അമ്മയ്ക്കും പിറക്കാതെ പോയ ആൺകുട്ടി തന്നെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് വന്നു ചന്ദന. കണ്ടോ സൂര്യ, കൂലിക്കുട്ടി തന്നെയല്ലേ? ആലോചിച്ച് ചോദിച്ചു. അതെ ഇച്ച, എന്നാലും എനിക്ക് അതിശയം മാറുന്നില്ല, അത്ര ദൂരം ഒറ്റയ്ക്ക് വലിയ വണ്ടിയിൽ. ചന്ദന അവന്റെ അടുത്തിരുന്നുകൊണ്ട് പറഞ്ഞു. അതെ, എനിക്കും ആദ്യം ആത്മവിശ്വാസക്കുറവുണ്ടായിരുന്നു. അവൾ തിരികെ വന്ന സമയം നോക്കിയപ്പോൾ മനസ്സിലായി അവള് എക്സ്പീരിയൻസ് ആണെന്ന്. അതാണ് നിന്റെ ഡ്രൈവറായി അവൾ തന്നെ മതിയെന്ന് പറഞ്ഞത്. എന്തായാലും അവൾ കൂടെ ഉണ്ടെങ്കിൽ ധൈര്യമായി പോകാം. ആലോചിച്ച് പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് ചന്ദനയ്ക്കും തോന്നി. ചാരുവും സൂസി അമ്മച്ചിയും തറവാട്ടിൽ പോയേക്കുവാണ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി. മക്കളും അവിടെ കൂടെ പോയി. ജിനു കാറുമായി വന്നപ്പോൾ കൂടെ പോകണമെന്ന് വാശി പിടിച്ചു പോയതാണ്. കാർ വന്ന് നിന്ന് ജിനുവിന്റെ. ചാരു മോളെ എടുത്തിറങ്ങി. മോനെ എടുത്തുകൊണ്ട് അമ്മച്ചിയും. രണ്ടുപേരും ഉറക്കം പിടിച്ചിരുന്നു. മക്കളെ അകത്ത് കൊണ്ടുപോയി കിടത്തി. എന്തായി, പുലിക്കുട്ടി വന്നോ? ചാരു ആലോചിച്ച് നോക്കി ചോദിച്ചു. നീ പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷയില്ല ഞാൻ. നേരിൽ കണ്ടപ്പോൾ മനസ്സിലായി ഇവിടെ ഡ്രൈവറായി നിയമിച്ചു അവളെ. നിന്റെയിച്ചു. ചന്ദന ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് നന്നായി. ഏടത്തിനി അച്ചാർ കമ്പനിയിലേക്ക് പോകുമ്പോ ഓട്ടോ വിളിച്ചു പോകണ്ടല്ലോ. നല്ല ഐഡിയാണ്, ചാരു തിരിച്ചു പറഞ്ഞു. സൂര്യൻ നേരെ പോയത് ഹൗസ് ഓണറുടെ വീട്ടിലേക്കായിരുന്നു, വീടിന്റെ വാടക കൊടുക്കാൻ. വിളക്ക് ചിരിച്ചുകൊണ്ട് സദാശിവൻ മുതലാളി അവൾ നീട്ടിയ പൈസ വാങ്ങി നോക്കി. അതെ, കാര്യം മോള് വാടകയ്ക്ക് കൃത്യം തരുന്നുണ്ട്. നേരതന എനിക്ക് ആ വീട് പൊളിച്ചു പണിയണമെന്നുണ്ട്. ഓരോ വർഷം വീട് പണിയുടെ സാധനങ്ങളുടെ വിലയൊക്കെ കയറിക്കൊണ്ടിരിക്കുവാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വീട് മാറണം, കഴിയുന്നതും അടുത്ത മാസം തന്നെ. സദാശിവൻ ചേട്ടൻ പെട്ടെന്നത് പറഞ്ഞപ്പോൾ ദേഷ്യം വന്നു സൂര്യക്ക്. അത് ചേട്ടോ, കാര്യം നിങ്ങളുടെ വീടൊക്കെ തന്നെയാ, സംഗതി നേരതന. ഇത്ര പെട്ടെന്ന് പറഞ്ഞാൽ ശരിയാകുമോ? ഉള്ളത് കെട്ടിപ്പറക്കി പോകാൻ ആണെങ്കിലും ഒരു വീട് കിട്ടാതെ പറ്റില്ലല്ലോ. ഒരു ദിവസം പോലും വൈകാതെ വാടക മുടങ്ങാതെ തരുന്നുണ്ടല്ലോ. അപ്പൊ കുറച്ച് സാവകാശം കിട്ടാതെ പറ്റത്തില്ല. ചേട്ടനൊന്ന് സമാധാനത്തിലിരിക്കെ, ഞാൻ അന്വേഷിക്കട്ടെ വീട് കിട്ടുമോന്ന്. അതൊന്നും പറ്റത്തില്ല, വീട് ഒഴിയണം എത്രയും പെട്ടെന്ന്, അല്ലെങ്കിൽ എല്ലാം വാരി പുറത്തേക്കിടും ഞാൻ. മുതലാളിയുടെ ഭാവം പെട്ടെന്ന് മാറി. ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കല്ലേ മുതലാളി. കാര്യം മുതലാളിക്ക് ആളും ബലവും ഒക്കെ ഉണ്ടാകും. ഞാൻ വാടക തരുന്ന വീട്ടിൽ മുതലാളിയുടെ നക്കാപ്പിച്ച വാങ്ങി ആരെങ്കിലും നിരങ്ങാൻ വന്നാൽ മുന്നും പിന്നും നോക്കില്ല ഞാൻ. എൻ്റെ അടിയുടെ ചൂട് മുതലാളി മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. നമുക്ക് 2 പേർക്ക് മാത്രം അറിയാവുന്ന രഹസ്യം അതെന്നെ കൊണ്ട് എടുപ്പിക്കരുത്. വളരെ ശബ്ദം താഴ്ത്തി അയാൾ മാത്രം കേൾക്കാൻ പാകത്തിൽ പറഞ്ഞുകൊണ്ട് അയാളുടെ മറുപടി കേൾക്കാൻ നിൽക്കാതെ സൂര്യ വണ്ടിയിൽ കയറി ഓടിച്ചു പോയി. അയാളോട് അപ്പം അത് പറഞ്ഞെങ്കിലും അവളുടെ മനസ്സിൽ ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും തലപൊക്കി. ഈ മുഖംമൂടി എത്ര കാലം അണിയേണ്ടി വരും തനിക്ക്? വീട്ടിലെത്തി വണ്ടി ഇറയത്ത് ചേർത്ത് സ്റ്റാൻഡിലിട്ട് വെച്ച് അകത്തേക്ക് കയറി സൂര്യ. നീ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയിട്ട് എന്താ താമസിച്ചത്? ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ ശ്രുതിയുടെ ഫീസ് അടയ്ക്കണമെന്ന്? അമ്മ ദേഷ്യത്തിൽ ചോദിച്ചു. ഓ, ഞാൻ മറന്നുപോയി. ഒരു ഓട്ടം പോയി. എറണാകുളം നെല്ലിക്കാട്ടിൽ ജോലിക്ക് കയറിയ ആദ്യത്തെ ഓട്ടം. നാളെ അടയ്ക്കാം.
അത് മതി ചേച്ചി, ഈ അമ്മയ്ക്ക് വേറെ പണിയില്ല. ശ്രുതി പെട്ടെന്ന് പറഞ്ഞു. ശരി മോളെ, ചേച്ചി നാളെ നേരത്തെ എടുത്തിട്ട് വരാം. മോള് പോകുമ്പോൾ കൊണ്ടുപോയാൽ മതി. സൂര്യ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു. കുളിച്ച് ബർമുടയും ബേനീനെയും ഇട്ടു. അടുക്കളയിൽ അമ്മ കഴിക്കാൻ എടുത്തു വച്ചിരുന്നു. അപ്പോഴേക്കും കഴിക്കാനിരിക്കുമ്പോഴാണ് ഫോൺ റിങ് ചെയ്തത്. സൂര്യ, ഞാനാ അർജുൻ. ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? അപ്പുറത്തുനിന്നും കൂട്ടുകാരൻ അർജുൻ്റെ സ്വരം കേട്ട് സൂര്യ. എന്നതാടാ? സൂര്യ ഗൗരവത്തിൽ ചോദിച്ചു. കുറച്ച് ചില്ലറ തടയുന്ന കാര്യമാണ്. ലോഡ് എത്തിക്കാനുണ്ട്. നീ ഉണ്ടെങ്കിൽ പേടിക്കാനില്ല. 12 കന്നാസ് സ്പീഡ് ഏറ്റുമാനൂർ എത്തിക്കണം. നാളെ പുലർച്ചെ. ചോദിക്കുന്ന പൈസ തരും. അത്രയും എമർജൻസി ആയതുകൊണ്ടാണ്. അർജുൻ പറയുന്നത് മുഴുവനും കേട്ടിരുന്ന സൂര്യ